السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى عباد الله الصالحين أما بعد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാവട്ടെ, വിശ്വാസങ്ങൾ നന്നാക്കി തരുമാറാവട്ടെ, സ്വഭാവങ്ങൾ നന്നാക്കി തരുമാറാവട്ടെ, അവൻ്റെ പൊരുത്തത്തിനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പരിശുദ്ധ റജബ് മാസത്തിലും ഷഅബാനിലും അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചൊരിയുമാറാവട്ടെ. റമളാനിലേക്ക് അല്ലാഹു എത്തിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ളതായ ഭാഗ്യം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മഹാനായ സയ്യിദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതായ ചരിത്രത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. യൂസുഫ് നബിയുടേതായ ചരിത്രത്തിന്റെ 2 താളുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് അതിന്റെ ബാക്കിയിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതായ സ്വപ്നത്തിൽ ഉറക്കിൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ കരയുന്നത് കാണുകയും യൂസുഫിനെ തന്നിലേക്ക് ക്ഷണിച്ച്, മോനെ, നിരപരാധിയായി ആക്രമിക്കപ്പെട്ടവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ മകനെ, നിന്നെ ആക്രമിച്ചത് നിന്റെ വീട്ടുകാർ തന്നെയാണ് എന്ന് മകനോട് പറയുന്ന ആ ഒരു രംഗം സ്വപ്നത്തിൽ കാണുക. ഇത് കണ്ടുകൊണ്ടാണ് എഴുന്നേറ്റപ്പോൾ വല്ലാത്ത വിഷമത്തിലായി, ദുഃഖിതനായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിക്കുകയായിരുന്നു. കളിയുടെ ഇടക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉറക്ക വന്ന് ഉണർന്നു നോക്കുമ്പോൾ തൻ്റെ സഹോദരി തൻ്റെ തലക്കുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉറക്കിൽ ഒരു അത്ഭുതം കണ്ടുപോയി. എൻ്റെ സഹോദരങ്ങളോട് കൂടെ ഞാനും വിറക് ശേഖരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ വിറക് ശേഖരിച്ച് അവർ ഓരോ കെട്ടുകളാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളുടേതായ വിറകിൻ്റെ ഓരോ കെട്ടുകളും കറുത്തിരുണ്ട് നിൽക്കുക. ഞാൻ ശേഖരിച്ച വിറകിൻ്റെതായ കെട്ട് അതാവട്ടെ അത് വെളുത്തിരിക്കുന്നു. ഇങ്ങനെ ഞാൻ അവരുടെ വിറകും കെട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തില് ആ വിറകും കെട്ടുകൾ എൻ്റെ വിറകും കെട്ടിലേക്ക് സുജൂദ് ചെയ്യുന്നതായ രംഗം ഞാൻ കണ്ടു. പിന്നെയും ഞാൻ കണ്ടൊന്ന്, ആകാശത്തിൽ തലയും ഭൂമിക്കടിയിൽ 2 കാലുകളും ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മീസാനുണ്ട്, ഒരു തുലാസ് ഉണ്ട്. അദ്ദേഹം വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ എൻ്റെ അടുത്തു വന്നു. എന്നിട്ട് എന്നെ അഭിവാദ്യം ചെയ്തിട്ട് ഞാൻ ശേഖരിച്ചതായ വിറകിൻ്റെതായ കെട്ട് അദ്ദേഹം എൻ്റെ സഹോദരങ്ങൾ ശേഖരിച്ച വിറകിൻ്റെതായ കെട്ടുമായിട്ട് തൻ്റെ തുലാസിലിട്ട് തൂക്കി നോക്കി. എൻ്റെ ഒരു കെട്ട് വിറകും എൻ്റെ ബാക്കി 10 സഹോദരന്മാർ, മൂത്ത സഹോദരന്മാരുടെ ആ 10 സഹോദരന്മാരുടെയും വിറകിൻ്റെ കെട്ടൊക്കെ എല്ലാം പാടെ മറ്റൊരു തട്ടിനുമിട്ട് തൂക്കി നോക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളുടെ വിറകും കെട്ടുകളെക്കാൾ എൻ്റെ വിറകിൻ്റെതായ കെട്ടിന് ഭാരം കൂടി, അതാണ് മികച്ചു നിന്നത്. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെല്ലാം എഴുന്നേറ്റ് എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് എനിക്ക് സുജൂദ് ചെയ്തു എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ സമീപത്തുള്ളതായ തൻ്റെ തലക്കും ഭാഗത്തുള്ളതായ തൻ്റെ സഹോദരിയോട് ഈ കഥ വിവരിച്ചു. ഈ സ്വപ്നം തൻ്റെ സഹോദരിയോട് വിവരിച്ചത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയുണ്ടായിത്രേ. യാക്കൂബ് നബി അത് കേട്ടപ്പോ യാക്കൂബ് നബിക്ക് ഒരു വിഷമം. ഈ സ്വപ്നത്തിൻ്റെതായ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനം മനസ്സിലാക്കിയപ്പോൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മഹാനൻ മനസ്സിലാക്കിയിരുന്നു. തൻ്റെ മകന്റെ മേലിൽ അവന്റെ സഹോദരങ്ങൾ
ചതിപ്രയോഗങ്ങൾ നടത്തുമല്ലോ എന്നുള്ള ഭയവും തന്റെ മനസ്സിനകത്ത് കടന്നുകൂടി. അതുകൊണ്ട് തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും തൻ്റെ മകൻ യൂസുഫിനെ വിട്ടുപിരിയാൻ ഒരിക്കലും താല്പര്യപ്പെട്ടില്ല. ഒരു മണിക്കൂർ പോലും വിട്ടുപിരിയൂല. അങ്ങനെ ഒരു വർഷം പരിപൂർണമായിട്ടാണ് കഴിഞ്ഞു. ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരിക്കൽ ഉറങ്ങിയപ്പോൾ ഉറക്കിൽ കണ്ട ഒരു സ്വപ്നം, തൻ്റെ സഹോദരങ്ങളൊക്കെ തൻ്റെ ചുറ്റുഭാഗത്തുമുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ യൂസുഫ് നബി ഉറങ്ങുന്നു, ഉറക്കിൽ സ്വപ്നം കാണുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവ് യാക്കൂബ് നബിയോട് ചോദിക്കുക, യാ അബത്തി ഐന ഖദീബി, എൻ്റെ ബാപ്പ എവിടെയാണ് എൻ്റെ ഖദീബ്? ഒരു ഖദീബ് കൊടുത്തിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഒരു വടി. സിദ്റത്തുൽ മുന്തഹയിൽ നിന്നുള്ളതാണെന്നുള്ള അഭിപ്രായം പറഞ്ഞു. ആ വടി എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് ചോദിച്ചു, അതൊക്കെ എനിക്കറിയാം. വമാദാക്കയാ ബുനയ്യ, അതെന്താ വടിയൊക്കെ ചോദിക്കുന്നത്, എന്താ സംഭവം? അപ്പോ മകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് വിവരിച്ചു കൊടുക്കുക, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ, എൻ്റെ ഉറക്കിൽ ഞാൻ സ്വപ്നം കണ്ടു. ഒരാൾ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് എന്നോട് പറയാം, യൂസുഫ് എഴുന്നേൽക്ക്, എന്നിട്ട് നിന്റെ വടിയൊന്ന് നാട്ട്, നിന്റെ വടി ഭൂമിയിലൊന്ന് നാട്ട്. അങ്ങനെ ഞാൻ എഴുന്നേറ്റു, ആ വടി ഞാൻ ഭൂമിയിൽ നാട്ടി. എൻ്റെ സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റു, അവരെല്ലാം അവരവരുടേതായ വടികൾ എന്തായി അവരും നാട്ടി. എൻ്റെതായ വടിയുടെ ചുറ്റുഭാഗത്തുമാണ് അവരുടെ വടി നാട്ടിയത്. നോക്കുമ്പോൾ അവരുടെ വടിയേക്കാൾ എൻ്റെ വടി ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് നീണ്ടുപോയി. മാത്രമല്ല, ഒരുപാട് നീണ്ടു ഉയർന്നു എന്ന് മാത്രമല്ല, അതിലേക്ക് ഒരുപാട് കൊമ്പുകളും ചില്ലികളും ഒക്കെ ഉണ്ടായി. അതിങ്ങനെ പ്രകാശിക്കുന്നു. അത് മശ്രിഖിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ളതായ ഭാഗങ്ങളൊക്കെ ഈ കൊമ്പിൻ്റെതായ അല്ലെങ്കിൽ ഈ വടിയുടേതായ പ്രകാശങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്നതായി കണ്ടു. കിഴക്കും പടിഞ്ഞാറൊക്കെ പ്രകാശിക്കുക. ആ വടി പൊന്തിയിട്ട് അതിൽ ചെല്ലികളും കൊമ്പുകളും ഒക്കെ ഉണ്ടായപ്പോ അത് അതിൻ്റെ കൊമ്പുകളെ കൊണ്ട് തൻ്റെ സഹോദരങ്ങളിലേക്ക് ഇങ്ങനെ ചാഞ്ഞു. അപ്പോൾ അവരെല്ലാവരും എഴുന്നേറ്റ് ആ മരത്തിൻ്റെ, അതൊരു മരമായി മാറിയല്ലോ, ആ മരത്തിൻ്റെ പഴങ്ങളിൽ നിന്ന് പറിച്ച് കഴിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മരത്തിന് അവർ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ വടി എവിടെ ഞാൻ ചോദിച്ചത്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയന്നു. എന്നിട്ട് യൂസുഫ് നബിയുടേതായ സഹോദരങ്ങൾ ഇതിൻ്റെതായ സ്വപ്നത്തെപ്പറ്റി മനസ്സിലാക്കിയ വ്യാഖ്യാനത്തെപ്പറ്റി അറിഞ്ഞാൽ ഈ കുട്ടി തൻ്റെ സഹോദരങ്ങളെക്കാളൊക്കെ ഉയർന്നു നിൽക്കുകയും ചെയ്യും, ഉന്നതനായി നിൽക്കുകയും ചെയ്യും. അതൊക്കെ അവരറിയുമ്പോൾ ഉണ്ടാവുന്ന രംഗത്തെപ്പറ്റി യാക്കൂബ് നബി ചിന്തിക്കുകയും അതിൽ പേടിക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ചു കാലം ഈ സ്വപ്നം കണ്ടിട്ട് കുറച്ചു കാലം കൂടി മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഒരു വെള്ളിയാഴ്ച രാത്രി, അതല്ല ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്നും അഭിപ്രായമുണ്ട്. ലൈലത്തുൽ ഖദർ എല്ലാ സമുദായത്തിനും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടല്ലോ. ആ നിലക്ക് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് എന്ന അഭിപ്രായം. ഉറങ്ങിക്കിടക്കുന്ന മഹാനായ യൂസുഫ് നബി തൻ്റെ പിതാവിൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അപ്പോഴാണ് യാക്കൂബ് നബിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന മകൻ യൂസുഫ് ഇങ്ങനെ ചിരിക്കുന്ന രംഗം കാണാം. ഉറക്കൽ ചിരിക്കുക. യാക്കൂബ് നബി ചിരിക്കുന്ന മകനെ കണ്ടപ്പോൾ ഉണർത്താൻ ഒരു മടി, ഉറങ്ങിയല്ലേ, ഉണർത്താൻ മഹാൻ ഒരു സുഖകരമായി കണ്ടില്ല, ഉണർത്തിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഉണർന്നപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, ബാപ്പ, ഞാൻ അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണത്? എന്താ കണ്ടത്? അപ്പോ യൂസുഫ് നബി പറഞ്ഞു, റഅയ്തു അഹദ അശറ കൗകബൻ നസലത് മിനസ് സമാഇ
വശംസ വൽ ഖമറ വഖറു ജമീഅൻ സാജിദീന ബൈന യദയ്യ. ആകാശത്തിൽ നിന്ന് 11 നക്ഷത്രങ്ങൾ ഇറങ്ങി വന്നു, സൂര്യനും ചന്ദ്രനും ഇറങ്ങി വന്നു. എന്നിട്ട് അവയെല്ലാം ഒന്നിച്ച് എൻ്റെ മുന്നിൽ വന്ന് സുജൂദിലായിട്ട് വീണു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കി, ഈ നക്ഷത്രങ്ങളൊക്കെ തൻ്റെ എൻ്റെ മകൻ്റെതായ സഹോദരങ്ങളാണ്, സൂര്യനും ചന്ദ്രനും അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ വിവരമെങ്ങാനും മക്കൾ അറിഞ്ഞാൽ, അഥവാ യൂസുഫിന്റെ സഹോദരങ്ങൾ അറിഞ്ഞാൽ, അവരിൽ നിന്ന് യൂസുഫിന് പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന് മനസ്സിലാക്കി. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ തുടക്കത്തിൽ 5-ാമത്തെ ആയത്തിൽ എന്ന് പറയുന്നത്, യാ ബുനയ്യ, യാക്കൂബ് നബി മകനോട് പറയാ ഈ സ്വപ്നം വിവരിച്ചപ്പോൾ, യാ ബുനയ്യ ലാ തഖ്സുസ് റുഅയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ. മോനെ, ഈ സ്വപ്നത്തെ നീ നിന്റെ സഹോദരങ്ങൾക്ക് വിവരിച്ചു കൊടുക്കരുത് കേട്ടോ, അപ്പൊ അവര് നിനക്കെതിരെ അവർ ചതിപ്രയോഗങ്ങൾ നടത്തിയേക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ, ജൂതന്മാരിൽപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നുകൊണ്ട് ചോദിക്കുക, മുഹമ്മദേ, അഖ്ബിർനി അനിൽ കവാകിബ് അല്ലത്തി റആഹ യൂസുഫ് ഫി മനാമിഹി അന്നഹാ സജദത് ലഹുമാ അസ്മാഉഹ. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നക്ഷത്രങ്ങൾക്ക് യൂസുഫിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് സ്വപ്നം കണ്ടല്ലോ. ആ ഇറങ്ങി വന്ന നക്ഷത്രങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം. ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ആ നക്ഷത്രങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദിയോട് ചോദിച്ചു, ഞാനതൊക്കെ എനിക്ക് പറഞ്ഞു എന്നാൽ ജി വിശ്വസിക്കുവോ? അപ്പോൾ ആ ജൂതൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കും. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നക്ഷത്രങ്ങളുടെയൊക്കെ പേരുകൾ പറഞ്ഞു കൊടുത്തു. ഖരിയാൻ, ത്വാരിഖ്, സയാൽ, ദുൽകനഫൈൻ, ദുൽകതിഫൈനി, ദുൽഫറൈ, ഖായിസ്, വസാബ്, അമൂദാൻ, ഫല്യഖ്, സ്വബാഹ്, ലറൂഹ്, ലയാഹ്, ലിയാഹ്, നൂറ്, ഇങ്ങനെയുള്ളതായ 11 നക്ഷത്രങ്ങളും 2 സൂര്യനും ചന്ദ്രനും. ലിയാഹ്, നൂറ് എന്നുള്ള സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയുമാണ്. ഇങ്ങനെ ഈ 13 നക്ഷത്രങ്ങളെ പറ്റി ആണ് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഫഖാല, അപ്പോൾ ആ ജൂതൻ പറയാണ്, ഹിയ വല്ലാഹി അസ്മാഉഹ, തീർച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് ആ നക്ഷത്രങ്ങളുടെ പേരുകൾ. അങ്ങനെ ആ യഹൂദി മുസ്ലിം ആവുകയും ചെയ്തു. ഇതും ആവട്ടെ, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്തായി ജൂതൻ സമ്മതിക്കുന്നു മാത്രം. പിന്നീട് അദ്ദേഹം മുസ്ലിമായി സ്വഹാബിയായി. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് പറയാം. അള്ളാഹു പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും.